Okay, so we were discussing about the TS and PV diagrams for an open cycle gas turbine. I hope all the process are clear to you. How does an open cycle turbine work? Gas turbine. What are the components? What are the processes happening in each components? I hope all these things are clear to you. Clear alle? Yes, sir. Okay. ഒരു കാര്യം കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഒരു ടർബൈൻ്റെ അല്ലെങ്കിൽ ഗ്യാസ് ടർബൈൻ എന്താണെന്നുള്ള എക്സാക്റ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പൊ സ്ക്രീനിൽ വരുന്ന വിൻഡോ കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്ത ഫിഗർ. Yes, sir. So basically ഒരു ഗ്യാസ് ടർബൈൻ എന്ന് പറഞ്ഞാൽ അതാണ്. അതിൽ യു ക്യാൻ സീ ദ കംപ്രസർ, ഫ്യൂൽ ഇഞ്ചക്ടർ ആൻഡ് ടർബൈൻ. മൂന്ന് പാർട്ട് നമ്മൾ ആ സ്കീമാറ്റിക് ഡയറക്ടർ റെപ്രസെന്റ് ചെയ്തതല്ല. മൂന്ന് ഡിഫറെന്റ് ലൊക്കേഷൻസിലൊന്നുമല്ല, എല്ലാം കൂടി ഒരു സിംഗിൾ ഷാഫ്റ്റ് റിലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത്. സോ ആക്ച്വൽ പ്രാക്ടീസിലും sorry, the actual assembly will be like this only. So see the common shaft which is coupling both the compressor and the turbine. രണ്ടിലുള്ള common shaft. Okay. See, once the turbine starts rotating after the initial passage of air from the combustion chamber to the turbine, as it starts rotating, what happens is the turbine outlet or output itself acts as a source for working of the compressor. കംപ്രസറിന്റെ ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടർബൈൻ ഔട്ട്പുട്ടിൽ എന്താണോ കിട്ടുന്നത് അത് തന്നെ നമ്മളെ വീണ്ടും ഹെൽപ്പ് ചെയ്യും. മോഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. യു ക്യാൻ സീ ദി കംപ്രസറിന് ശേഷമുള്ള കമ്പഷൻ ചേംബർ റേറ്റ് ചെയ്തിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് കാണാം, ടർബൈനും കാണാം. കാണുന്നില്ലേ? ഫിഗറിൽ കാണുന്നില്ലേ? കാണുന്നുണ്ടോ? Sir. Okay. സോ പ്രോസസ്സസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് we have to now write down the relations for the work output or the work being transferred into or obtained from the different components and the heat supplied. ഇതിന്റെ equations എന്താന്നുള്ളത് we have to understand. അതൊന്ന് നോക്കാം. ഇനി നോക്ക്, is being done on the compressor ആണ്. കംപ്രസറിന്റെ മേലേക്കാണ് വർക്ക് കൊടുക്കുന്നത്, അല്ലെ? അത് ആ സിസ്റ്റത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് in order to compress the mass of air or amount of air which is being sucked into the compressor. So WC can be expressed as, നമുക്ക് MCP delta T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ഐ ഹോപ്പ് യു റിമെമ്പർ MCP delta T. ഇവിടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്, അല്ലേ? ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഇവിടെ വരുന്നത്. നൗ കംപ്രസിങ് അല്ലെങ്കിൽ കംപ്രസർ വർക്ക് എന്ന് പറഞ്ഞാൽ ഏതാണ്? സ്റ്റേജ് 1 to 2 ആണ്. സോ ഏറ്റവും സിമ്പിൾ വേർഡ്സിൽ ടി എസ് ഡയഗ്രാം നോക്കിയാൽ, ഞാൻ ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഇക്വേഷൻ പഠിക്കാനുള്ള വഴിയാണ്. ഫണ്ടമെന്റലി തിയറിറ്റിക്കലി ഇക്വേഷൻ വരുന്നത് ആ രീതിയിലല്ല, ബട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഡെൽറ്റ ടിന്റെ സ്ഥാനത്ത് ഇത്ര മാത്രമേ ചെയ്യണ്ടോ, ഹയർ ടെമ്പറേച്ചറും ലോവർ ടെമ്പറേച്ചറും ഏതാന്നുള്ളത് മനസ്സിലാക്കുക. സോ ഈ WC നമുക്ക് എങ്ങനെ എഴുതാം? MCP ഉണ്ട് T2 മൈനസ്
T1 എന്ന് എഴുതാം ബിക്കോസ് ഇത് ഏതാണ് പ്രോസസ് 1 to 2 ആണ് അല്ലെ. കംപ്രസിംഗ് ഈസ് ഡൺ വിത്തിൻ ദി കംപ്രസർ ആൻഡ് ദാറ്റ് പ്രോസസ് ഈസ് denoted as 1 to 2 in the TS and PV diagram. So WC compressor work എന്ന് പറഞ്ഞാൽ എന്താണ്? MCP T2 minus T1. ക്ലിയർ ആണോ അത്? Is it clear? Yes, sir. ഓക്കെ. നെക്സ്റ്റ് വരുന്ന കമ്പഷൻ ചേംബർ ആണ്. കമ്പഷൻ ചേംബർ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഹീറ്റ് ഈസ് ബീങ് സപ്ലൈഡ് ആണ്. ഹീറ്റ് അഡിഷൻ നടക്കുന്നില്ല. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ നടക്കുന്നത്. സോ ഹീറ്റ് സപ്ലൈഡ് QS ക്യാൻ ബി അഗെയിൻ റിട്ടൺ ആസ് MCP. ഇതും ഡെൽറ്റ ടി തന്നെയാണ്. MCP ഡെൽറ്റ ടി ആണ്. ഇവിടെ നോക്കുക, ഹയർ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ നോക്കുക. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞിരുന്നത്. ദാറ്റ് ഈസ് T3 മൈനസ് T2. T3 മൈനസ് T2 ആണ് പ്രോസസ്സ്. ഈ പ്രോസസ്സ് നടക്കുന്ന ഏതാ? 2 to 3 ആണ്. This is heat supplied. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? Sir. ഓക്കെ. അടുത്തത് ടർബൈൻ ആണ്. ടർബൈനിൽ നമുക്ക് വർക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലേ. സോ വർക്ക് ഡൺ വിത്തിൻ ദി ടർബൈൻ ഓർ ദ വർക്ക് ഒബ്റ്റെയിൻ ഫ്രം ദ ടർബൈൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് MCP. ഇവിടെ നോക്കുക, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ടെമ്പറേച്ചർ ഡിഫറൻസ് വേരിയേഷൻ ആണ് വരുന്നത്. ഹയർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേറ്റിലെ ടെമ്പറേച്ചറും, കാരണം എക്സ്പാൻഷൻ ആണ്. തേർഡ് സ്റ്റേറ്റിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പഷൻ ചേമ്പറിന് പുറത്തേക്ക് വരുന്ന എയറിന്റെ ടെമ്പറേച്ചർ. അത് ഹോട്ട് എയർ ആണ്, വെരി വെരി ഹൈ ടെമ്പറേച്ചറിലെ എയർ ആണ്. ബട്ട് അത് എക്സ്പാൻഡ് ആയി അതായത് എക്സോസ്റ്റിലേക്ക് പോകുന്ന സമയത്ത് ഇൻ ബിറ്റ്വീൻ ദാറ്റ് ടെമ്പറേച്ചർ റിഡക്ഷൻ ആണ് നടക്കുന്നത് അല്ലേ. സോ ഇവിടെ MCP ഡെൽറ്റ ടിക്ക് നമ്മൾ എന്ത് എഴുതും? T3 മൈനസ് T4. ഇതേതാ പ്രോസസ്? ദിസ് ഈസ് ദ പ്രോസസ് 3 to 4. So these are the three processes that are occurring within the components of the gas turbine, and the expressions or the relations that denote these processes are given as such. ഇതേപോലെ ഈ എക്സ്പ്രഷൻസ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ഇതിന്റെ ഫണ്ടമെന്റൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്രം എന്താ പറയുക, ഡിഫറെന്റ് പ്രോസസ് ദാറ്റ് യു ഹാവ് ലേൺ ഇൻ തെർമോഡൈനാമിക്സ്. അത് മുതൽ തുടങ്ങുന്നതാണ് ഇക്വേഷൻസ് എല്ലാം. ഇക്വേഷൻസ് ഇൻ ഡീറ്റെയിൽ ഒന്നും പോകണം, നമുക്ക് എന്താണ് റിലേഷൻ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആണോ ഇത്? ക്ലിയർ? നോട്ട് ചെയ്യണേ, റിലേഷൻസ് എല്ലാം നോട്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? നോട്ട് ചെയ്തിട്ടില്ലേ? ഓക്കെ. ലെറ്റ് us move on to ഓപ്പൺ സൈക്കിൾ, സോറി ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. നമ്മൾ ഇപ്പൊ നോക്കിയതാ ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ഓപ്പൺ സൈക്കിൾ എന്നല്ല ഹെഡിങ് ഓർക്കേണ്ട അല്ലേ? ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ഗ്യാസ് ടർബൈനെയാണ് ഞാൻ GT എന്ന് കാണിക്കുന്നത്. GT എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ചെറിയൊരു ഡിഫറൻസ് ആണ് ഇതിൽ വരുന്നത്. ആ ഡിഫറൻസ് ആ ഫിഗർ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ദ ഡിഫറൻസ് വെൻ ഇറ്റ് കംസ് ടു എ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. ഓപ്പൺ സൈക്കിൾ എന്താണെന്നുള്ളത് നമ്മൾ നോക്കി. ക്ലോസ്ഡ് സൈക്കിൾ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം നിങ്ങൾ ഫിഗർ കാണുമ്പോൾ തന്നെ തിരിയും. അത് തന്നെയാണ് ഓപ്പൺ സൈക്കിളും ക്ലോസ്ഡ് സൈക്കിളും തമ്മിലുള്ള ഡിഫറൻസ്. See, these are the three components that we have drawn for open cycle. We have a compressor ഉണ്ട്, we have a turbine, and amidst that we have a combustion chamber also. ഇവിടെ ഒരു combustion chamber ഉണ്ട്. ഇനി ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഒരു അതായത് ജനറൽ നമ്മൾ എന്തിനാണ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ
സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒരേ പോയിന്റിലായിരിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അവിടെ തന്നെ തിരിച്ചെത്തണം. ദാറ്റ് ഈസ് എക്സാക്ട്ലി ഹാപ്പണിങ് ഇൻ എ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ. സോ ഇവിടെ സംഭവിക്കുന്നത്, ഞാൻ കൂടുതൽ പിക്ചർ അധികം എഴുതുന്നൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് അറിയാം. ഇവിടെ കംപ്രസറിൽ എന്താ, എയർ ഇൻലെറ്റ് ആണല്ലേ, എയർ ഇൻലെറ്റ് വരുന്നുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് പ്രോസസ്. കംപ്രസ് ചെയ്യുന്നുണ്ട്, കംപ്രസ് ചെയ്ത എയർ വിൽ ബി പാസ്ഡ് ഓൺ ടു കമ്പഷൻ ചേമ്പർ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. കമ്പഷൻ ചേമ്പറിന് ഫ്യൂവൽ എഡിഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഹീറ്റ് ഈസ് ബീങ് സപ്ലൈഡ് ടു ദ കമ്പഷൻ ചേമ്പർ. കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ പുറത്തുനിന്ന് എന്താ കൊടുക്കുന്നത്, വർക്ക് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹീറ്റ് എഡിഷൻ നടക്കുന്നുണ്ട്. സോ കമ്പഷൻ നടന്നതിന് ശേഷം ദ ഹോട്ട് എയർ or the hot high pressure working fluid is being forced into the ടർബൈനിലേക്ക് പോകുന്നുണ്ട്. സോ ദിസ് ഈസ് സ്റ്റേജ് 3. ടർബൈൻ എന്നാൽ ഇറ്റ് സ്റ്റാർട്ട്സ് റൊട്ടേറ്റിംഗ് ദി ടർബൈൻ ബ്ലേഡ്സ് റൊട്ടേറ്റ് ചെയ്യും. സോ വി ഒബ്റ്റെയിൻ ദി വർക്ക് ഔട്ട്പുട്ട് ഹിയർ. അത് ടർബൈനിലാണ് മാർക്ക് ചെയ്തത്. സോ WT എന്ന് മാർക്ക് ചെയ്തു. അവിടുന്ന് നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്, ഇവിടുന്ന് പുറത്തേക്ക് വരുന്ന എക്സോസ്റ്റ് ആണ് അല്ലെ, ഇത് എക്സോസ്റ്റ് ആണ് വരുന്നത്. സ്റ്റേജ് 4 ആണ്. 3 to 4 എന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് ആണ്. ഈ എക്സോസ്റ്റ് ഗ്യാസ് ഓപ്പൺ സൈക്കിൾ ഗ്യാസ് ടർബൈനിലാണെങ്കിൽ എൻവയൺമെന്റിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനിൽ വി വിൽ ബി കളക്ടിങ് ദി എക്സോസ്റ്റ് ഗ്യാസ്. എക്സോസ്റ്റ് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ ബി സ്റ്റിൽ ഹാവിങ് എ സർട്ടൻ എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ, ഈവൻ ദോ the temperature is less than that we have obtained as the output from the combustion chamber. Still, that exhaust gases will also be having an amount of temperature, high temperature തന്നെ ആയിരിക്കും ഉണ്ടാവുക, but it will be definitely less than that coming out from the combustion chamber. അതിനെ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വിൽ ബി ഫിക്സിങ് കൂളിംഗ് ചേമ്പർ. ഇവിടെ ഒരു കൂളിംഗ് ചേമ്പർ വെക്കും. Okay, this is nothing but a cooling chamber. So the exhaust gases will be flown into the or collected into the cooling chamber. അവിടുന്ന് its temperature will be reduced and inlet temperature എത്രയാണോ അതേ ഇൻലെറ്റ് ടെമ്പറേച്ചറിലേക്ക് അതിനെത്തിക്കും. അത് വീണ്ടും എന്ത് ചെയ്യുക, it will be again sucked into or flown into the compressor. So this is the difference that we see in a closed cycle gas turbine. ഇതുകൊണ്ടാണ് ഇതിനെ ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം എയർ വിച്ച് ഈസ് inlet into the compressor as well as it is being worked on, it is being heat is being added to that amount and then it is being fed into the turbine. ആ ടർബൈനിന് പുറത്ത് അതിൻ്റെ എമൗണ്ട്, അതിൽ എന്താണോ എക്സോസ്റ്റ് വരുന്നത് അതിന് നമ്മൾ വെറുതെ കളയുന്നില്ല. അത് ഇറ്റ് ഈസ് ബീങ് കളക്റ്റഡ് ഇൻ എ കൂളിംഗ് ചേമ്പർ. അത് തന്നെ മിക്സ്ഡ് വിത്ത് an amount of air which is being supplied from the atmosphere into the compressor. ഇതിനെയും കൂടി മിക്സ് ചെയ്താണ് കംപ്രസറിലേക്ക് വിടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? സോ കമ്പഷൻ ചേമ്പറിൽ ഇഫ് ഹീറ്റ് ഈസ് ബീങ് സപ്ലൈഡ്, കൂളിംഗ് ചേമ്പറിൽ എന്തായിരിക്കും, ഹീറ്റ് റിജക്റ്റഡ് ആയിരിക്കും അല്ലേ. അത് നമ്മൾ QR എന്ന് കാണിക്കും. ഇവിടെ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നുണ്ട്, എന്നാലേ ഇത് കൂളാവും. കൂളാവുക എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഈസ് ബീങ് ലോവേർഡ്. ഹൗ ക്യാൻ യു ലോവർ ദ ടെമ്പറേച്ചർ? ദാറ്റ് ഹീറ്റ് ഷുഡ് ബി what liberated out to a lower temperature region. So heat is being rejected. അതും കൂടി നടക്കുന്നുണ്ട്. ജസ്റ്റ് ഇതൊന്ന് സ്കീമാറ്റിക് ആയിട്ട് നോട്ട് ഡൗൺ ചെയ്യുക. ഇവിടെ സ്റ്റിൽ ഇതെന്താ, ഷാഫ്റ്റ് ആണ്, ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഷാഫ്റ്റ് ആണ് നടക്കുന്നത്. നോട്ട് ചെയ്യണേ.
നോട്ട് ചെയ്താ പറയണേ. സാർ ചെയ്തു. ഓക്കെ. സോ ഇതിലെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലായി. ഓൺലി എ സിംഗിൾ അഡീഷൻ ഈസ് ദർ. ഒരു കൂളിംഗ് ചേമ്പർ അഡീഷണൽ ആയിട്ട് വന്നു, അത്രേ ഉള്ളൂ. ലെറ്റ് us ലുക്ക് അറ്റ് ദ പ്രോസസ്. പ്രോസസ് ഒക്കെ സെയിം ആണ്. ഫസ്റ്റ് ടു അല്ലെങ്കിൽ 1 to 2 എന്താണ്? എഗെയിൻ ഐസെൻട്രോപിക് കംപ്രഷൻ തന്നെയാണ് ഇവിടെയും. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദി കംപ്രസർ. ഐസെൻട്രോപിക് കംപ്രഷൻ എന്ന് പറയുന്നത് എൻട്രോപ്പി സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് വോളിയം ഡിക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. 2 to 3 നേരത്തെ എന്തായിരുന്നു? ഹീറ്റ് അഡിഷൻ ആണ്. അത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. സോ ദിസ് ഈസ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. ഡിഫറൻസ് ഒന്നുമില്ല. ഹീറ്റ് സപ്ലൈഡ് ആണ് നടക്കുന്നത്. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദി കമ്പസ്റ്റൻ ചേംബർ. ആൻഡ് 3 to 4. What is 3 to 4? Expansion, which is occurring within the turbine. So this is again isentropic expansion. Expansion ആണ് ഈ എഴുതിയത്. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ടർബൈനിലാണ് നടക്കുന്നത്. ആൻഡ് ഇവിടെ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനിൽ നമുക്ക് ലാസ്റ്റ് ഒരു പ്രോസസ്സും കൂടിയുണ്ട്. ദിസ് ഈസ് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. ഈ സാധനമാണ് പുതിയ കൂളിംഗ് ചേമ്പറിൽ നടക്കുന്നത്, ഈ പ്രോസസ്സ്. നോട്ട് ചെയ്തിട്ടില്ലേ? യെസ് സാർ. Let us look at the TS and PV diagrams here. Okay. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെയാണ്. 1 to 2 TS ഡയഗ്രത്തിൽ ഇസ് എ ഐസെൻട്രോപിക് പ്രോസസ്. സോ ഐസെൻട്രോപിക് പ്രോസസ് ഇങ്ങനെ കാണിക്കും, 1 2. അത് PV ഡയഗ്രത്തിൽ വിൽ ബി റെപ്രസെന്റിങ് ഇറ്റ് യൂസിങ് ദിസ് കർവ്. ലോ വോളിയം ഡിക്രീസിങ്ങും പ്രഷർ ഇൻക്രീസിങ്ങും 1 to 2. പിന്നെ 2 to 3 എന്താണ്? കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ്. ഇൻ PV ഡയഗ്രാം സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ് നമ്മൾ TS ഡയഗ്രത്തിൽ എങ്ങനെ കാണിക്കും? യൂസിങ് കർവ്, ഈ രീതിയിലുള്ള കർവ്. ഇവിടെ അഡീഷണൽ ആയിട്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ Q സപ്ലൈഡ് ഉണ്ട്. Q സപ്ലൈഡ്. അതുപോലെ വർക്ക് ഈസ് ഡൺ ഓൺ ദ കംപ്രസർ, WC. അടുത്ത നെക്സ്റ്റ് പ്രോസസ് എന്താ? ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. എക്സ്പാൻഷൻ അഗെയിൻ
സ്റ്റേജ് 4ലേക്ക് വരുന്നു. ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ഈ ഐസെൻട്രോപിക് ഫസ്റ്റ് 1 2 കാണിച്ച അതേ കർവ് താഴത്തേക്ക്. ഇവിടെ എന്താ എക്സ്പാൻഷൻ പ്രോസസ്സിൽ എന്താ ഇറ്റ്സ് ഒക്കറിങ് ഇൻ ദ ടർബൈൻ ആണ്. സോ വർക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദ ടർബൈൻ. WT എന്ന് കാണിക്കുന്നു. WT. ആൻഡ് ഫൈനലി ലാസ്റ്റ് സ്റ്റേറ്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ് ആണ്. ഹീറ്റ് റിജക്ഷൻ ആണ്. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ്. കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ PV ഡയഗ്രത്തിൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആ ലൈൻ TS ഡയഗ്രത്തിൽ കാണിക്കുമ്പോൾ ഈ ഒരു കർവ്. ഇത് കർവാണ്, സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇറ്റ്സ് കർവ്. ഇവിടെ ഹീറ്റ് റിജക്ഷൻ ആണ്. സോ QR. നോട്ട് ചെയ്തോ. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. നോട്ട് ചെയ്തു. ഇതിലൊരു കാര്യം കൂടി കാണിക്കാന്നല്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. നോക്ക്, PV ഡയഗ്രം നോക്ക്. സ്റ്റേജസ് 1 and 4, അതിൽ സ്റ്റേജസ് 2 and 3 നോക്ക്. പ്രഷേഴ്സ് സെയിം അല്ലേ? അതായത് ഇവിടെ P1 ഷുഡ് ബി ഈക്വൽ ടു P4. ഇവിടെയോ P2 ഈക്വൽ ടു P3 ആണ്. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. സിമിലർലി TS ഡയഗ്രത്തിൽ നോക്കിയാട്ടെ. ഇത് ടെമ്പറേച്ചർ 3, ടെമ്പറേച്ചർ 2, ടെമ്പറേച്ചർ 4, ടെമ്പറേച്ചർ 1. നോക്ക്, ദിസ് ഈസ് T3, ദിസ് ഈസ് T2, T4, T1. T3 is the highest temperature, T1 is the lowest temperature. കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക. ഹയസ്റ്റ് ടെമ്പറേച്ചർ T3, ലോവസ്റ്റ് ടെമ്പറേച്ചർ T1. Similarly, P1 equal to P4, P2 equal to P3. ഇതെല്ലാം നമ്മൾ റിലേഷൻസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. ഓക്കെ, ഈ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈനെയാണ്, അല്ലെങ്കിൽ ഇതിലെ പ്രോസസ്സസ്, ഈ ഒരു സൈക്കിളിനെയാണ് നമ്മൾ ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രൈറ്റൺ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഈ നെയിംസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് സൈക്കിളിന്റെ പേരിലായിരിക്കും എക്സ്പ്ലനേഷൻ ചോദിക്കുക. എക്സ്പ്ലെയിൻ ബ്രൈറ്റൺ സൈക്കിൾ ഫോർ ദ ഗ്യാസ് ടർബൈൻ ചോദിച്ചാൽ ക്ലോസ്ഡ് സൈക്കിൾ ഗ്യാസ് ടർബൈൻ ആണ് എഴുതേണ്ടത്. ഇതൊക്കെ കോൺസ്റ്റന്റ് പ്രഷറിലാണ് കമ്പഷൻ നടക്കുന്നത്. ഞാൻ ഇന്നലെ ക്ലാസിഫിക്കേഷൻസ് പറയുമ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു.
കോൺസ്റ്റന്റ് പ്രഷർ കമ്പഷൻ നടക്കുന്നുണ്ട്, അതിനെ ബ്രൈറ്റൺ സൈക്കിൾ ഗ്യാസ് ടർബൈൻ എന്ന് വിളിക്കും. കോൺസ്റ്റന്റ് വോളിയത്തിലും കമ്പഷൻ നടക്കുന്നുണ്ട്, അത് അറ്റ്കിൻസൺ സൈക്കിൾ. നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഈ മോഡ്യൂളിൽ വരുന്നില്ല. ഓക്കെ, സോ ക്ലോസ്ഡ് സൈക്കിൾ നമ്മൾ എന്താണോ പഠിച്ചത് ആ പ്രോസസ്സസ് അതിനെയാണ് നമ്മൾ ജൂൾ സൈക്കിൾ അല്ലെങ്കിൽ ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് ഇക്വേഷൻസിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ബ്രൈറ്റൺ സൈക്കിളിൽ ഹീറ്റ് അഡീഷൻ ഉണ്ട്. ഹീറ്റ് സപ്ലൈഡ് നമ്മൾ നേരത്തെ എഴുതിയതാണ് ഇക്വേഷൻ. QS ഈക്വൽ ടു എഴുതി M ഇൻറ്റു CP ഇൻറ്റു ഹീറ്റ് അഡീഷൻ ആണ്. അപ്പോൾ ഹയർ ടെമ്പറേച്ചർ ലോവർ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ T3 മൈനസ് T2 ആണ് വരുന്നത്. ഹീറ്റ് അഡീഷൻ നടക്കുന്ന പ്രോസസ് 2 to 3 സിമിലർലി ബ്രൈറ്റൺ സൈക്കിളിൽ ഹീറ്റ് റിജക്ഷൻ ഉണ്ട് അല്ലേ, അത് സംഭവിക്കുന്നത് എവിടെയാണ്? പ്രോസസ് 4 to 1 ആണ്. ഞാൻ ആ TS ഡയഗ്രത്തിൽ ടെമ്പറേച്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. T3, T2, T4, T1. ലോവസ്റ്റ് T1 ഹയസ്റ്റ് T3 ആണ്. സോ ഡെഫിനറ്റ്ലി T4 ഈസ് ഗ്രേറ്റർ ദാൻ T1 ഇതിൻ്റെ ഇടയിൽ വരുന്നത്. സോ ഹീറ്റ് റിജക്ഷൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? MCP ഇൻറ്റു T4 മൈനസ് T1 എന്ന് എഴുതാം. നോക്കിക്കോ, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ഈറ്റ എയർ സ്റ്റാൻഡേർഡ് എന്നാണ് ഞാൻ എഴുതുന്നത്. എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് റേഷ്യോ ഓഫ് വർക്ക് ഡൺ ടു ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ ടു ഹീറ്റ് സപ്ലൈഡ് ആണ്. WD/HS എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാക്കണം? റേഷ്യോ ഓഫ് വർക്ക് ഡൺ ടു ഹീറ്റ് സപ്ലൈഡ്. വർക്ക് ഡൺ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇത് തന്നെയാണ് വർക്ക് ഡൺ. QS മൈനസ് QR ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? QS. ദിസ് ഇസ് ദി ഇക്വേഷൻ ഫോർ വാട്ട്? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. എന്താണ് ഇത്? QS മൈനസ് QR എന്ന് പറഞ്ഞാൽ എന്താ? മേലെ എഴുതിയ രണ്ട് ഇക്വേഷനും ആ ഇക്വേഷൻസ് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ QS മൈനസ് QR എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? MCP കോമൺ ആയിട്ട് എടുക്കാം. റിമൈനിങ് എന്ത് വരും? അല്ലെങ്കിൽ അത് വേണ്ട, ഇതിനെ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതാം നമുക്ക്. QS മൈനസ് QR ഡിവൈഡ് ബൈ QS എന്ന് പറഞ്ഞാൽ ഐ ക്യാൻ റൈറ്റ് 1 മൈനസ് എന്തെഴുതാം? QR ഡിവൈഡഡ് ബൈ QS എന്ന് എഴുതാം. മൈനസ് QR ബൈ QS എഴുതിക്കൂടെ? വാട്ട് ഈസ് QR? ഇത്. വാട്ട് ഈസ് QS? ഇത്. ഈ രണ്ട് ടേമും MCP ക്യാൻസൽ ചെയ്ത് പോകും. സോ റിമൈനിങ് എന്തായിരിക്കും? ഇത് മാത്രമേ വരും. T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2. അതല്ല ബാക്കി വരുമോ? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിന്റെ ഫൈനൽ ഇക്വേഷൻ 1 മൈനസ് എന്ത് വരും? T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ T3 മൈനസ് T2. ഫണ്ടമെന്റൽ ഇക്വേഷൻ ഫോർ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി. അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്നിട്ടാൽ മതി. ഇതിൽ നമുക്കിത് കുറേ കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. ഇത് ടെമ്പറേച്ചറിന്റെ ടേംസിലാണ് നമ്മൾ എന്തെഴുതിയത്? എഫിഷ്യൻസി എഴുതിയത്. നമുക്കിതിനെ പ്രഷറിന്റെ ടേംസിലേക്ക് എഴുതാം, ഓർ റാദർ പ്രഷർ റേഷ്യോന്റെ ടേംസിലേക്ക് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾ നോട്ട് ചെയ്തിനോ? ഓക്കെ, നോക്ക്. നമുക്ക് ഇതിലെ ഐസെൻട്രോപിക് പ്രോസസ്സസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. Which are the isentropic processes? ഈ ബ്രൈറ്റൺ സൈക്കിൾ ഐസെൻട്രോപിക് പ്രോസസ് ഏതൊക്കെയാണ്? 1 to 2 ഉണ്ട്, 3 to 4 ഉണ്ട് അല്ലെ? 1 to 2 ഐസെൻട്രോപിക് കംപ്രഷൻ, 3 to 4 ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. സോ ഐസെൻട്രോപിക് പ്രോസസ് 1 to 2 ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. പ്രോസസ് 1 to 2 ആണ്. അതായത് റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ റേഷ്യോസ് ആൻഡ് പ്രഷർ റേഷ്യോ. നമുക്ക് എങ്ങനെ എഴുതാം? T2 ഡിവൈഡഡ് ബൈ T1 ഇസ് ഈക്വൽ ടു P2 by P1
റേസ് ടു ഐസെൻട്രോപിക് പ്രോസസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് ഗാമ മൈനസ് 1 ബൈ ഗാമ. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? Yes, sir. ഇവിടെയുള്ള P2 ബൈ P1ന് ദിസ് ഇസ് ദ പ്രഷർ റേഷ്യോ അല്ലേ, ഇതിന് ഞാൻ തൽക്കാലം ആർ പി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി നിങ്ങളുടെ ഇക്വേഷൻസിലെല്ലാം നിങ്ങൾ ഈ ടേം കാണും, ആർ പി. വാട്ട് ഈസ് ആർ പി? പ്രഷർ റേഷ്യോ P2 ബൈ P1. സോ ഇഫ് ദാറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ആർ പി, നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? T2 ബൈ T1 ഇസ് ഇക്വൽ ടു ആർ പി റേസ് ടു ഗാമ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഗാമ എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് T2 ഇസ് ഇക്വൽ ടു T1 ഇൻറ്റു ഈ ഇക്വേഷൻ വരും. T1 ഇൻറ്റു ഇതിന് പ്രഷർ റേഷ്യോയുടെ ടേംസിൽ ആർ പി റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ലെറ്റ് ദിസ് ബി another equation. ഇക്വേഷൻ 2 എന്നോ എന്തെങ്കിലും കൊടുക്കുക. T2 ഇൻ ടേംസ് ഓഫ് T1 ആൻഡ് പ്രഷർ റേഷ്യോ ആണ് ഞാനിപ്പോൾ എഴുതിയത്. നമ്മളെന്താ ചെയ്യാൻ പോകുന്നത്? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിന്റെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഇൻ ടേംസ് ഓഫ് പ്രഷർ റേഷ്യോ കൺവേർട്ട് ചെയ്യാൻ പോകും. ഒരു ഫസ്റ്റ് സാധനമാണ് ഇത്. അടുത്ത ഐസെൻട്രോപിക് പ്രോസസ് ഏതായിരുന്നു? നെക്സ്റ്റ് ഐസെൻട്രോപിക് പ്രോസസ് ഏതാ? പ്രോസസ് 3 to 4 ആണ്, ഐസെൻട്രോപിക് എക്സ്പാൻഷൻ. സോ 3 to 4 നമുക്ക് എഴുതാം T3 ബൈ T4 ഈസ് ഈക്വൽ ടു P3 ബൈ P4 റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. P3 ബൈ P4 നമുക്ക് എങ്ങനെ എഴുതാം? P3 is equal to P2, P4 is equal to P1. ഞാൻ നേരത്തെ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? P2 ബൈ P1 ഹോൾ റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ദിസ് ഈസ് നത്തിങ് ബട്ട് ആർ പി റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ അല്ലേ? അങ്ങനെയാണെങ്കിൽ വി ക്യാൻ റൈറ്റ് T3 is equal to T4 multiplied by RP raised to gamma minus 1 by gamma. Equation 3. Very good. Very good. Sir. Now substitute equations 3 and 4 in first equation. First equation air standard efficiency equation. So that means E എയർ സ്റ്റാൻഡേർഡ് ഞാൻ AS എന്ന് തൽക്കാലം കൊടുക്കുന്നത്, ഇവിടെ എഴുതാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ്. eta AS should be equal to 1 മൈനസ് ന്യൂമറേറ്ററിൽ T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ എന്തായിരുന്നു? T3 മൈനസ് T2 ആണ്. T3ക്ക് പകരം ഞാൻ എന്ത് എഴുതുന്നു? T4 ഇൻറ്റു ആർ പി റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ മൈനസ് അടുത്ത എന്തായിരുന്നു? T2 ആയിരുന്നു. T2 ഞാൻ എങ്ങനെ എഴുതുന്നു? T1 ഇൻറ്റു ആർ പി റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ഇവിടുന്ന് എന്ത് എഴുതാം? 1 മൈനസ് T4 മൈനസ് T1 ഡിവൈഡഡ് ബൈ ഇതിൽ നിനക്ക് T4 മൈനസ് T1 ഇൻറ്റു ആർ പി റേസ് ടു ഗാമ മൈനസ് 1 കോമൺ ആണ് ബൈ ഗാമ. T4 മൈനസ് T1 ക്യാൻസൽ ആയി പോകും. സോ റിമൈനിങ് വിൽ ബി 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ ആർ പി ഇൻറ്റു ആർ പി റേസ് ടു ഗാമ മൈനസ് 1 ബൈ ഗാമ. ദിസ് ഈസ് eta എയർ സ്റ്റാൻഡേർഡ്. ഈക്വേഷൻ ക്ലിയർ ആണോ? Clear ആണോ equation? Yes, sir. Now look at the denominator. RP raised to gamma minus 1 by gamma. That means air standard efficiency is a function of RP. RP എന്ന് പറഞ്ഞാൽ എന്താണ്?
പ്രഷർ റേഷ്യോ ആണ് അല്ലേ. ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് pressure ratio. Air standard efficiency is a function of pressure ratio. So what is happening if the RP increase if RP increases, ഈ റിലേഷന്റെ denominator increase ആവും. Total denominator increases. So denominator increase ആവുന്ന 1 by that large value ആണ്. That means ഈ total value ഭയങ്കര small ആവും. 1 minus of ഈ second term small ആവും. So 1 minus of very small എന്ന് പറഞ്ഞാൽ എന്താണ്? 1 minus small value എന്ന് പറഞ്ഞാൽ air standard efficiency large ആയിരിക്കും. That means if pressure ratio increases, air standard efficiency also increases. ഈ എഫിഷ്യൻസിന്റെ റിലേഷനിൽ ചിലപ്പോൾ നിങ്ങളോട് ഇതായിട്ട് ചോദിക്കാട്ടാ, എന്താ പറയാ, ഡെറിവേഷൻ ചിലപ്പോൾ ചോദിക്കാം. ചെറിയൊരു 5 മാർക്കോ 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം. Is it clear? Explain ചെയ്ത് ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, 11:20 വരെയല്ലേ ക്ലാസ്? അല്ലേ? ആ. We'll stop it for today.